ശ്രുതി ഓതുന്നു മഹാകാളി എന്നിപ്രകാരം. ദേഹസത്യാഗം മഹാവിദ്യയാം ദേവിക്കുണ്ടോ? മോഹമാണിത് നൂനം പരമാർത്ഥത്തിൽ ഇല്ല. ഓർത്തുകൊണ്ടാലും നമ്മൾ മൂവരും സാക്ഷാൽ വിശ്വകർത്രയാം ദേവി തന്റെ മൂർത്തികൾ തന്നെയല്ലോ. സന്ദേഹമൊട്ടും ഇല്ല. നമ്മളിൽ ഒരുത്തനെ നിന്ദിക്കുന്നത് ദേവനിന്ദയായി വരുമല്ലോ. പരമേശ്വര പരാശക്തിയെ നിന്ദിക്കുക പെരുതായുള്ള പാപമുണ്ട് എന്ന് ചൊല്ലേണമോ? ഏതൊരു പുരുഷന് പാപം സംഭവിക്കുന്നു വാദമില്ല, അവന് ആ ദേവി സത്യജിച്ചിടും. കന്മഷവിഹേ ദേവിക്കു ധർമ്മമാത്ര സംബന്ധമില്ലാതവോ ദേവേശ ലൗകികമാം സംബന്ധമില്ല ഏതുമേ. മാതാവും ജനകനും ബന്ധുവും സദാധർമ്മം ചെയ്തിടുന്നവൻ തന്നെ ദേവിക്ക് എന്നറിയണം. വലുതായുള്ള ശത്രുവാകുന്നു മഹാദേവിക്ക് ഉലകിൽ അധർമ്മത്തെ ചെയ്വവൻ ഗില്ലില്ലതിൽ. പാപം ആർജിച്ചവനാണ് എന്നു കണ്ടു. പരമേശ്വരിയേവും അവന് കൈവെടിഞ്ഞു. പരയാദേവി ദക്ഷനന്ദിനി ഭാവത്തോടും മരുവീടുകിൽ അവന് ഈ ആപത്ത് ഉണ്ടാകുമോ? ആകയാൽ ധർമ്മഫലപ്രദ മഹാദേവി ലോകമാതാവ് പാപിയാകിയ പിതാവിന് വർദ്ധിച്ച വെറുപ്പോടും സത്യജിച്ച് ഉടൻ സ്വയം സ്വസ്ഥാനം അത്യുത്തമം പ്രാപിച്ചിതോ പ്രകാരം. ദക്ഷനെ ദേവി തന്നെ ശിക്ഷിക്കാഞ്ഞതു ലോകരക്ഷയ്ക്ക് ഹാനി പറ്റിപ്പോകരുത് എന്ന് ഓർത്തല്ലോ. ബ്രഹ്മരൂപിണി ദേവി ധർമ്മമാ ഭഗവതി ധർമ്മോപദേശകർത്രേ താതനെ ശിക്ഷിക്കുകയിൽ അച്ഛന് ബഹുമാനം കുറയും ജനങ്ങൾക്ക് നിശ്ചയം. തിരുവുള്ളിലേ വണ്ണം ചിന്തിച്ചുതാൻ മായയാ തിരോധാനം ചെയ്തു മഹാദേവി. മായമല്ല ഏതോ ശംഭോ സംത്യജിക്കുക ദുഃഖം. പാവകൻ തന്നെ ഛായാസതിയാകുന്നു ദേവദേവേശ. ദഹിച്ചത് എന്നുള്ളത് ഓർത്തിടേ. ഇന്ദിരാകാന്തനോട് വന്നേരം ഹരൻ ചൊന്നാൽ ബ്രഹ്മരൂപിണി നിത്യ പ്രകൃതി സൂക്ഷ്മ സതീ ജന്മനാശാദിഹീന തന്നെയാണെന്നാകിലും ഇങ്ങോട്ടു ചെന്നാളിപ്പോൾ എന്നറിയായിക മൂലം തിങ്ങുമെൻ ദുഃഖം പ്രാണപ്രിയയെ കണ്ടേ തീരും. ഹരിയും വിരിഞ്ചനും ഹരനോടുര ചെയ്തു പരമേശ്വരി തന്നെ പരിചയസ്തുതിക്ക ലോകൈക വന്ദിതയാ സുപ്രസന്നയായ
നൽകിയിടും നമുക്കാശുദർശനം നിസംശയം ആവിധം ചെയ്യാം എന്നു ശങ്കരൻ സമ്മതിച്ചു. മൂവരും കൂടി ആ മഹാദേവിയെ സ്തുതിച്ചിതു. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണേ